മെമ്പർമാരുണ്ട്? ഇവിടെ ഒറ്റ മെമ്പറേ ഉള്ളൂ, ഒരു മെനകെട്ടവൻ. ഹരിയെന്ന അവന്റെ പേര്. അവനാണ് ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കത്തുമില്ല. സദാസമയം കുടുംബശ്രീ പെണ്ണുങ്ങളെ പുറകെ നടക്കുക. പിന്നെ എങ്ങനെ നാട് നന്നാവും? വാർഡ് മെമ്പർ അല്ല സാറേ. പിന്നെ ഇവിടെ എത്ര മെമ്പർ ഉണ്ടെന്ന് ഈ വീട്ടില്? ഇവിടെ എത്ര മെമ്പർ ഉണ്ടെന്നോ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഫുൾ നെയിം പറയൂ. മുഴുവനും പേര് പറയാൻ. മുഴുവന് പേര് പറയാൻ. മുഴുവനെ പേര് പറയാൻ പുതിയ നിയമമൊക്കെ അറിയോ പഞ്ചായത്തില്? ആയിക്കോട്ടെ. എന്റെ പേര്. അയ്യോ ഇതെന്താ? പിന്നെ മുഴുവനെ പേര് പറയാൻ പറഞ്ഞു. അയ്യോ അങ്ങനെയല്ല, നിങ്ങളുടെ മൊത്തം പേര് പറയാൻ. എന്റെ പേരോ? ശിവശങ്കരൻ തമ്പി. ഓക്കെ. വയസ്സ്? 30. കഴിഞ്ഞിട്ട് 58 വർഷമായി. സെക്സ് പറയൂ. എന്ത് സെക്സ് പറയൂ? ഒത്തിരി കാലം പഴക്കമുള്ള ഒരു സംഭവമാണ്. എന്നാലും ഞാൻ പറയാം. അന്ന് എനിക്ക് 16 15 വയസ്സുള്ള ഒരു സമയം. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അവിടെ ആരുമില്ലായിരുന്നു. എന്നോട് പറഞ്ഞു ഇന്ന് വൈകിട്ടൊന്ന് കൂട്ടുകിടക്കാൻ വരാമോ എന്ന്. അല്ല, സെക്സ് പറയാനാ പറഞ്ഞു. അതാ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. എടോ, താൻ ആണാണോ പെണ്ണാണോ എന്നൊന്ന് പറയാൻ. കണ്ടിട്ട് എന്താ തോന്നുന്നു? കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാ എനിക്കെന്തൊക്കെയോ തോന്നുന്നുണ്ട്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇയാള് കൊറേ നേരമല്ലോ ദ്വയാർത്ഥം വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് മാഡം. ഇവിടെ നടന്നത് ഇവിടെ കളയണം. ദയവ് ഇതൊന്ന് പുറത്തു പറയരുത് പ്ലീസ് മാഡം. അതിനിവിടെ എന്ത് നടന്നു? നിങ്ങളെ പിടിച്ചില്ലേ? അയ്യോ, എന്നെ കാര്യം പിടിച്ചില്ല. സാധാരണ അങ്ങനെയാണ്. പിന്നെ ഞാൻ പോലീസിനെ തിന്നേക്കണം നിറങ്ങാണ് ഒത്തീർപ്പാക്കുന്നത്. എന്നെ ആരും കയറി പിടിച്ചിട്ടൊന്നും ഇല്ലടോ. തൊട്ടതോലും ഇല്ലേ? ഇല്ല. പെട്ടെന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എടു. എന്തിന്? അടിക്കും ഭാഗ്യമുണ്ട്. ദൈവമേ, നീ എന്നെ ഇളിഫിനാക്കാൻ വന്നതാണോ? ഇവിടെ വന്നത് എന്തിനാണെന്ന് കൊച്ചിനോട് ചോദിച്ചോ നീ? ഈ ഡ്യൂട്ടി ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് പോവായിരുന്നു. സമയം എത്രയായോ? 4:30. കറക്റ്റാ. ഇതെങ്ങനെയാ ക്ലോക്ക് നോക്കാതെ ഇവർക്ക് സമയം പറയാൻ അറിയുന്നേ? പുറത്തോട്ടൊക്കെ നോക്കി സമയം പറയാൻ അറിയോ? അതെങ്ങനെയാ? അതിന് വലിയ മാജിക് ഒന്നും വേണ്ട. പുല്ലി കെട്ടിയിട്ട് സരോജിനി പോകുന്ന ടൈമാണ്. സരോജിനി ഇതാ പോകുന്നു. കൃത്യം 4:30 അവള് പോകും. 5:15 മഞ്ജു ബസ് സ്റ്റോപ്പിലേക്ക് പോകും പിള്ളേരെ വിളിക്കാനായിട്ട്. അത് കഴിഞ്ഞ് 6 മണിക്ക് മഞ്ജുവിന്റെ ഭർത്താവ് തിരിച്ച് ഇതുവഴി വരുമ്പോ ഞാൻ ഇന്നിച്ച് കുളിക്കാനും പോകും. കറക്റ്റ് ടൈമിങ്ങാണ്.